ഒത്തിരി ആർഭാടങ്ങളൊന്നും ഇല്ലാതെ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ബാക്ക്ഗ്രൗണ്ട് ഒന്നും മൈൻഡ് ആക്കണ്ട, കുഞ്ഞോളും മക്കളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് തലമുടിയൊക്കെ വാർന്ന് നേരാക്കിയിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലാക്മിന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ എന്ന് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ പോൺസിന്റെ BB ക്രീമാണ് കേട്ടോ ഉപയോഗിക്കാറ്. എനിക്ക് ഫൗണ്ടേഷൻ ഇടാൻ അത്ര വലിയ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ക്രീമാണ് ഉപയോഗിക്കാറ്. ഫൗണ്ടേഷൻ ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ടത്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഫേസിൽ ഒരു ക്രീം അപ്ലൈ ചെയ്ത പോലെ മാത്രമേ തോന്നത്തുള്ളൂ, അധികം പുട്ടിയടിച്ച പോലെ ഒന്നും തോന്നില്ല. ഇതിന്റെ കവറേജ് ആണെങ്കിലോ പറയാതിരിക്കാൻ വയ്യ, നല്ല കവറേജും കിട്ടുന്നുണ്ട്. അപ്പൊ ഫൗണ്ടേഷൻ ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാം. കുഞ്ഞോള് വന്നിട്ടുള്ള സാരിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പൊ ഇത് ശരിയായിക്കണമെന്നൊക്കെ എന്നോട് ചോദിച്ചു. പിന്നെ ഞാൻ കുറച്ച് കോമ്പാക്ട് പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതൊന്ന് മുകളിലൂടെ കണ്ണെഴുതാനില്ല, അടിയിലൂടെ കണ്ണും കൂടി ഒന്ന് എഴുതി കൊടുക്കാനുണ്ട്. മുകളിലൂടെ എനിക്ക് കണ്ണെഴുതാൻ അധികം ഇഷ്ടമല്ല, ഞാൻ വളരെ യാദൃശികമായിട്ടുള്ള മുകളിലൂടെ കണ്ണെഴുതാം. പിന്നെ അതാ ലിപ് ബാം ഇട്ട് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. ലിപ്സ്റ്റിക്കിന്റെ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എനിക്ക് അധികം കംഫർട്ടായി തോന്നിയിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ്. ഞാനിതിന്റെ കയ്യിൽ ഈ ഒരു വളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വള ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. വാങ്ങിച്ചിട്ട് ഞാൻ ഒരുപാട് നാളായി, പക്ഷെ ഇതുവരെയായിട്ട് ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നല്ല അടിപൊളി. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഫൈനൽ ലുക്ക് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ടോ. അപ്പൊ ഞങ്ങള് കല്യാണത്തിന് പോയിട്ട് വരാം. ഓക്കെ, ബൈ.